എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. സിംഗപ്പൂരിൽ നിന്നാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് യോഗ, കുറച്ച് റൈക്കി, കുറച്ച് ഫിസിക്കൽ എക്സസൈസ്, ഇതെല്ലാം കൂടിയിട്ടൊരു പ്രോഗ്രാമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അത് ഞാൻ ഇത് ചെയ്യുന്നതാണ്. അതിൽ ചന്ദ്രൻ നരേത് രാമകൃഷ്ണൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ ഹൗ ടു ലിവ് വിത്തൗട്ട് ഡോക്ടർ ആൻഡ് മെഡിസിൻ എന്നുള്ളൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു കുറച്ച് പ്രാണായാമം, കുറച്ച് യോഗ, കുറച്ച് ഫിസിക്കൽ എക്സസൈസ്, കുറച്ച് ഫുഡ് കൺട്രോളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യത്തെ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. 1984 തൊട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. സിംഗപ്പൂർ എത്തിയിട്ട് ഇപ്പോൾ ഒരു 2004 ഡിസംബർ തൊട്ട് ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ഫിറ്റ്നസ് ഫെസ്റ്റിലാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ഗ്ലോബൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലും ഉണ്ട് ക്ലാസ്. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കുറച്ച് ഫിസിക്കൽ എക്സസൈസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് പ്രാണായാമ. അപ്പോൾ പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ഓഫ് പ്രാണായാമം എന്ന സിംഗിൾ നോസ് ബ്രീത്തിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ മുദ്ര എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻഡെക്സ് ഫിംഗർ രണ്ട് ഫിംഗറും മടക്കി, ഇത് തള്ളവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, ഇതാണ് നമ്മളുടെ ഈ മുദ്ര. വലത് കയ്യിലാണ് മുദ്ര എടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഇടത് കയ്യിൽ നമ്മൾ ചിൻമുദ്ര എടുത്തിട്ട് വയ്ക്കുക. നമ്മളെപ്പോഴും എവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലങ്സ് നല്ല ഓപ്പൺ ആയിരിക്കും. നമുക്ക് നമ്മുടെ മൈൻഡും വളരെ ഷാർപ്പായിരിക്കും. ഇതിലിരുന്നൊരു സ്ഥിതിയിലിരുന്ന് നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അത് സ്ഥിരമായിട്ട് നമുക്ക് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എവിടെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ നിവർന്നിരിക്കാനായിട്ടൊരു ഹാബിറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരിക. അതിപ്പോൾ നമ്മൾ വീട്ടിലെ കുട്ടികളാണെങ്കിലും ശരി, അവർക്ക് ആ ഒരു ഇങ്ങനെ ഹഞ്ചായിട്ടിരിക്കാനുള്ള, അപ്പോൾ അത് ഇല്ലാതെ നേരെ ഇരിക്കാനായിട്ടൊരു ട്രെയിനിങ് കൊടുക്കുക അവർക്ക്. കുറച്ച് നേരമെങ്കിലും അത് നേരെ ഇരുന്നിട്ട് അത് ബ്രീതിങ്. അപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിലുള്ള ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ ചിന്മുദ്ര എടുക്കുന്നു, മുട്ടിൽ വയ്ക്കുന്നു, അത് തന്നെ നമ്മൾ ഇടത് ഭാഗം അടച്ചു പിടിക്കുന്നു. ഇടത് ഭാഗം അടച്ചു പിടിക്കുന്ന നാസികാമുദ്ര എന്നാണ് ഈ മുദ്രയുടെ പേര്. ഈ രണ്ട് പേരുകൾ മടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് അപ്പോൾ ഒരു യു ഷേപ്പായിട്ട് വരും. അപ്പോൾ നമ്മൾ തള്ളവിരൽ വെച്ചിട്ടാണ് വലത് ഭാഗം അടയ്ക്കാനും നമ്മളുടെ റിംഗ് ഫിംഗറും സ്മോൾ ഫിംഗറും ഉപയോഗിച്ചിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കണ്ട, ഒരു ലൈറ്റ് ടച്ച്. അപ്പോൾ നമ്മൾ ആ ഒരു എയർ പാസേജ് ഉണ്ടാവാൻ പാടില്ല, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സിംഗിൾ നോസ് ബ്രീത്തിങ്ങിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലത് ഭാഗം അടച്ചു പിടിച്ച് ആദ്യം തന്നെ ശ്വാസത്തെ മുഴുവൻ പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിക്കുക. ഫുള്ളായിട്ട് ശ്വാസം പുറത്ത് കളയുക. വളരെ കാമായിട്ട് ഫുൾ ബ്രെത്ത് ഔട്ട്. Then slowly breathe in through the left side. Breath out through the left side. Same side എവിടെയാണ് ശ്വാസം പുറത്ത് കളയുക. Then ഇടതുഭാഗം അടച്ചു പിടിക്കുക, വലതുഭാഗം തുറന്ന് പിടിക്കുക, വലതുഭാഗത്തെ ശ്വാസം വലിക്കുക. Breath out. Close your right side. Open your legs, breathe in, breath out. ഇടതുഭാഗം അടച്ചു പിടിക്കാം, വലതുഭാഗം തുറക്കാം, breathe in, breath out. അപ്പോൾ ലോങ് ബ്രീത്തിങ് ആയിരിക്കണം. നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം വലിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് വലിച്ച് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു മെൻ്റലി കൗണ്ട് ചെയ്യുക, 1 2, അത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ശ്വാസം മുഴുവൻ പുറത്ത് കളയാം. കംപ്ലീറ്റ് ശ്വാസം പുറത്ത് കളയുന്നു. എന്നിട്ട് നമ്മൾ മെൻ്റലി കൗണ്ട് ചെയ്യുന്നു, 1 2, എന്നിട്ട് സെക്കൻഡ് ബ്രീത്തിന്. ഓക്കെ, ഇത് തന്നെയാണ് അനുലോമ വിലോമ പ്രാണായാമം. അപ്പോൾ നമ്മൾ ഒരു ശ്വാസം ഒരു ഇടതുഭാഗത്തോടെ വലിച്ച് ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് വരുന്നത്. നമ്മളൊരു 8 റൗണ്ടെങ്കിലും മിനിമം ചെയ്യാൻ, 8 കൂടുതൽ ചെയ്യണമെങ്കിൽ അതിലും നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഹെഡ് ഏക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രാണായാമം വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രാണായാമമാണല്ലോ അനുലോമ വിലോമ പ്രാണായാമം. എന്തെങ്കിലും ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഗുളികനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു കോർണറിൽ മാറിയിരുന്നിട്ട് നമ്മൾ അനുലോമ വിലോമ പ്രാണായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജനേഷൻ്റെ കുറവ് കൊണ്ടാണ് ഈ തലവേദനയൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഓക്സിജനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാണായാമം. അപ്പോൾ അനുലോമ വിലോമ പ്രാണായാമം നമ്മൾ ഇടത് ഭാഗം അടച്ച് വലത് ഭാഗം അടച്ച് ആദ്യം അടച്ച് പിടിച്ചു. മുമ്പ് പറഞ്ഞപ്പോൾ ശ്വാസം മുഴുവനായിട്ട് പുറത്തേക്ക് കളയുക. ശ്വാസം ഇടത് ഭാഗത്തോട് ശ്വാസം നന്നായിട്ട് വലിക്കുക. Then close your left eye. Open your eye, breath out.
Inhale the right. Exhale. ഇതാണ് 1 റൗണ്ട് പ്രാണായാമം. നമ്മൾ ഇടതുഭാഗത്തൂടെ ശ്വാസം വലിച്ചു, വലതുഭാഗത്തെ ശ്വാസം പുറത്തേക്ക് വിട്ടു, വലതുഭാഗത്തൂടെ ശ്വാസം വലിച്ചു, ഇടതുഭാഗത്തൂടെ വളരെ സ്ലോവിൽ ശ്വാസത്തെ പുറത്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ അനുലോമിലാണ് ഒരു റൗണ്ട്. അങ്ങനെ അതും നമ്മളൊരു 8 റൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി പിന്നെ വരുന്ന സ്റ്റേജാണ്, പിന്നെയാണ് നമ്മൾ ഹോൾഡിങ് സ്റ്റേജ് വരുന്നത്. പൂരകം എന്ന് പറയുന്നത് നമ്മൾ ഇൻഹലേഷൻ, ഹോൾഡ് ചെയ്യുന്നതാണ് കുംഭകം എന്ന് പറയുന്നത്, രേചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലേഷൻ. അപ്പോൾ നമ്മൾ ഒരു കൗണ്ടിങ് വെക്കുകയാണെങ്കിൽ 4 കൗണ്ട് ഫോർ ഇൻഹലേഷൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നത് 8 കൗണ്ട് ഹോൾഡ് ചെയ്യാം. ഇതിന് നമ്മൾ ശ്വാസം പുറത്ത് വിടുക 8 കൗണ്ടിൽ വളരെ സ്ലോവിൽ. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ശ്വാസം പുറത്ത് കളയാനൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും ഫാസ്റ്റായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വരെ കുറേശ്ശായിട്ട് പുറത്തേക്ക് ശ്വാസം പുറത്ത് കളയാം 8 കൗണ്ടിൽ. അതുപോലെ തന്നെ ഇവിടുന്ന് 4 കൗണ്ടിൽ ഇൻഹലേഷൻ ടു റൈറ്റ് സൈഡ്, ദെൻ ഹോൾഡ് 8 കൗണ്ട്, ദെൻ എക്സ്ഹേൽ ടു ലെഫ്റ്റ് സൈഡ് 8 കൗണ്ട്. അതാണ് അതിൻ്റെ ഒരു സീരിയസ് ഇത് വരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി പവർഫുള്ളായി നമ്മുടെ ലങ്സിൻ്റെ, സാധാരണ നമ്മുടെ ലങ്സിന് ഒരുപാട് സ്പേസ് ഉണ്ട് സൈഡിൽ. അപ്പോൾ നമ്മൾ സാധാരണ കുറച്ച് ശ്വാസം വലിച്ച് കുറച്ച് ശ്വാസം പുറത്തു പോകണം, അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലങ്സിൻ്റെ വികാസം കുറവാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ലങ്സിനെ നമ്മൾ ഈ പ്രാണായാമത്തിലൂടെ. അത്രയും പവർഫുള്ളാവും. നമ്മൾ ലങ്സ് തന്നെ കുറച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റിംഗ് പവർ കൂടും, ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്ന ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് വരുന്നത് നമ്മൾ ശ്വാസം വലിക്കുന്നു, 8 കൗണ്ടിൽ ശ്വാസം വലിക്കുന്നു, 16 കൗണ്ടിൽ 1-6 നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അതിൻ്റെ ഇരട്ടി. പിന്നെ എക്സലേഷൻ 16 ഇതിൽ നമ്മൾ ശ്വാസം വിടും. അതാണ് അങ്ങനെയാണ് ഡബിൾ ചെയ്ത് പോകുന്നത്. നമ്മൾ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഈ നമ്മൾ ആദ്യം തന്നെ ഈ സിംഗിൾ നോസ് ബ്രീത്തിങ്ങും ഈ അനുലോം വിലോം പ്രാണായാമം നോർമൽ കറക്റ്റായതിന് ശേഷം മാത്രമേ ഈ സ്റ്റേജിൽ കിടക്കാൻ പാടുള്ളൂ, സെക്കൻഡ് സ്റ്റേജിൽ കിടക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ധൃതി വെക്കേണ്ട. നമ്മൾ കുറേശ്ശായിട്ട് നമ്മൾ ലങ്സിൻ്റെ കപ്പാസിറ്റി നമ്മൾ നോക്കുക. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര മാത്രം ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ലങ്സിൻ്റെ വിത്ത് കൂടി അങ്ങനെ നിൽക്കല്ലേ, അങ്ങനെ പ്രാക്ടീസ് നമുക്ക് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും. കാരണം നമ്മളൊരു 1 മിനിറ്റിൽ നമ്മുടെ 15 ടൈമാണ് നമ്മൾ ശ്വാസം വലിക്കുന്നത്, 15 പ്രാവശ്യം. അത് നമ്മൾ ഈ പ്രാണായാമത്തിലൂടെ നമ്മൾ ലങ്സിൻ്റെ കപ്പാസിറ്റി, അപ്പോൾ ലെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ ഈ 15 എന്നുള്ളത് 9 പ്രാവശ്യം 8 പ്രാവശ്യമായിട്ട് ചുരുക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നമ്മൾ പ്രാക്ടീസ് നമ്മുടെ നോർമലി അതുപോലെ. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ വളരെയധികം റിതമെറ്റിക്കായിട്ട് വളരെയധികം കുറഞ്ഞു, ഹാർട്ടിനെ ഇത് കുറയും, അതായത് അധ്വാനം കുറയും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അനുലോം വിലോം പ്രാണായാമം ആ ലങ്സിൻ്റെ കപ്പാസിറ്റി മാക്സിമം കൂട്ടുക. ഇപ്പോൾ നമ്മൾ കുറച്ച് തടിയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് അവർക്ക് കുറച്ച് നടക്കുമ്പോൾ കിതയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ വികസിക്കാനുള്ള ഇത് കുറയാണ്. കാരണം ഫാറ്റ് വന്ന് സൈഡിൽ അടിഞ്ഞിട്ട് നമ്മൾ ആ ലങ്സിൻ്റെ ഇത് കുറയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് കിതപ്പൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ബോഡി വെയ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യാം, കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം, കുറച്ച് നമ്മൾ മെഡിറ്റേഷൻ, പ്രാണായാമം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബോഡി ഫിറ്റായിട്ട് വെക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ യോഗ ഡേ വരുമ്പോൾ എല്ലാവരും യോഗ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മളൊരു ജീവിതത്തിലൊരു ചര്യയായിട്ട്, ഇപ്പോൾ നമ്മൾ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, ഇതേപോലെ തന്നെ ഒരു ചര്യയായിട്ട് എടുക്കാം. നമ്മളൊരു മണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരം ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ശരീരത്തിനോട് കൂടിയിരിക്കുക, നമ്മളോട് കൂടെ നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ ഈ യോഗ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരേ ഇതിൽ കൊണ്ടുവരണം. നമ്മുടെ ശരീരം അവിടെ ഉണ്ടായിരിക്കണം, മനസ്സ് അവിടെ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പ്രാണനും ഉണ്ടായിരിക്കണം. ആ പ്രാണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് 3 കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് യുജ് എന്ന് പറയുന്നത്. യുജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻഡിങ് എന്നുള്ള അർത്ഥം. അതാണ് യോഗ വന്നിട്ടുള്ളത്. യുജ് എന്നുള്ള ഇന്നാണ് യോഗ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് ഒരു ഇതിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഫിസിക്കലി ഇവിടെ നമ്മൾ കുറേ എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ എക്സസൈസ് ചെയ്യുമ്പോൾ, ഓരോ ആസനാസ് ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ ഏത് മസിൽ പാർട്ടാണ് മൂവ് ചെയ്യുന്നത്. അത് നമ്മളൊന്ന് ആ പൊസിഷനിൽ കിടന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഏത് ഭാഗത്തേക്കാണ് അത് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരു യോഗ ചെയ്യരുത്. യോഗ നല്ലതാണ്, നമ്മൾ ചെയ്യണത് നല്ലതാണ്. പക്ഷേ അത് റോങ് വേയിലൂടെ നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല കുറേ കഴിയുമ്പോൾ.
ഇപ്പോൾ നമ്മൾ ഒരു മാമ്പഴം നമുക്ക് നെക്കി പഴിപ്പിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ഞെക്കിയിട്ടും പഴിപ്പിക്കാം. പക്ഷേ സാധാരണ പഴുക്കണത് അല്ലല്ലോ ടേസ്റ്റ് കൂടുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഇപ്പോൾ നമുക്ക് പശ്ചിമോത്താനാസനോ അല്ലെങ്കിൽ ജാനുശിരാസനം മുമ്പിലേക്ക് ബെൻഡ് ചെയ്യാൻ പറ്റിയില്ല, വല്ലവരെ കൊണ്ട് പുറത്തൊക്കെ ഇരുന്ന് അമർത്തുക, അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, സ്ട്രെച്ചിങ് കപ്പാസിറ്റി. അത് ചിലപ്പോൾ ഡാമേജ് ആവും. ഹാംസ്ട്രിങ് മസിൽസ് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ വളരെ നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങുമ്പോൾ നമുക്ക് ആ വേദന അറിയില്ല. പക്ഷെ നമ്മൾ ഓൾഡ് ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് അത് എവിടെയും ഡാമേജ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെറുപ്പകാലത്ത് എന്താണ് ചിലപ്പോൾ മരത്തു നിന്നൊക്കെ വീണിട്ടുണ്ടായിരിക്കും, എന്തായാലും നല്ല വീഴ്ചയ്ക്ക് വീണിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് അറിയില്ല. പക്ഷേ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ ആ വേദന ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ആ ഒരു പവർ കൊണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പ്രായമാവുന്ന സമയത്ത് ആ വേദന നമുക്ക് അവിടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മളിതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് എടുക്കുന്നില്ലല്ലോ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയൊരു പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊന്ന് ക്യാമറ ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ കാല് നിവർത്തിയിരുന്നു അല്ലേ, നിവർത്തിയിരുന്നു. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ജാനുശിരാസൻ എന്ന് വിചാരിക്കുക. ജാനുശിരാസൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വലത് ഭാഗം കാലിങ്ങനെ മടക്കി വെച്ചു, വലത് ഭാഗം. അപ്പോൾ നമുക്കൊരു എൽ ഷേപ്പ് കിട്ടും, ഒരു എൽ ഷേപ്പ് കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിൻ്റെ പത്തി പിടിക്കുക, എന്നിട്ട് ശരീരം മാക്സിമം കാലിനോട് ചേർത്ത് വയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്വാസം എല്ലാം ഫോർവേഡ് ബെൻഡ്, എപ്പോഴും നമ്മൾ മുമ്പിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്ത് വിട്ടിട്ടും പിന്നിലേക്ക് ബെൻഡ് ചെയ്യണത് ശ്വാസം വലിച്ചിട്ടാണ്. അപ്പോൾ ശ്വാസം പുറത്ത് വിടുന്ന സമയത്ത് നമ്മുടെ ബോഡി റിലാക്സ് ആവും. അപ്പോൾ ഉള്ളിൽ ശ്വാസം വലിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മുമ്പിലേക്ക് ബെൻഡ് ചെയ്യാം. അപ്പോൾ ശ്വാസം പുറത്തു വിടുമ്പോൾ നമ്മുടെ ഹെബ്ഡമൻ നന്നായിട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുമ്പിലേക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നപ്പോൾ ശ്വാസം വലിച്ചു, ഇവിടുന്ന് ശ്വാസം വലിച്ചു, നന്നായിട്ട് ശ്വാസം വലിച്ചു. അതുപോലെ തന്നെ ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്യാണ് ബാക്ക്. എന്നിട്ട് നമ്മൾ ഈ ഇതിൽ പിടിച്ചു. എന്നിട്ട് ഇപ്പോൾ നമുക്കിവിടെ പിടിക്കാൻ പറ്റില്ല, ഒരു ചെറിയ ടവല് നമുക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാംസ്ട്രിങ്, ഇത് കാലും മടങ്ങായിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹാംസ്ട്രിങ് മസിൽസിനെയാണ്. അതുപോലെ തന്നെ എക്സസ് ഫാറ്റ് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുതന്നെ ബാക്ക് മസിൽസിനെയും നല്ലതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്തു, പിന്നെ വരുന്ന പുഷ് ചെയ്യണം മുമ്പിലേക്ക് പുഷ് ചെയ്ത് വയറ് തൈസിൽ ടച്ച് ചെയ്യണം, വേണം തൊടയിൽ ടച്ച് ചെയ്യണ പോലെ. എന്നാലും മുമ്പിലേക്ക് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ എൽബോ ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷിൻ ബോണിലാണ്, ഈ ഭാഗത്ത് ഇതിലാണ് നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്. ഇതാണ് പൊസിഷൻ. ഓക്കെ, ഈ പൊസിഷനിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമ്മൾ സാധാരണ ഇതിലിരിക്കാം. അതാണ് ശരിക്കും യോഗയുടെ ആ എയിം. അപ്പോൾ സ്ഥിരം സുഖമാസനം ഏത് പോസിലാണെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ, അത് ഡിഫിക്കൽട്ട് പോസിലാണ്, ആ ഇതിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു പോസ്റ്റ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് ഇത്രയേ പറ്റുള്ളൂ. ഓക്കെ, മതി. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും ചെയ്ത എൻ്റെ കപ്പാസിറ്റിയാണ്. പക്ഷേ നിങ്ങളുടെ കപ്പാസിറ്റി ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ബെനിഫിറ്റ് സെയിം ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കുറച്ച് അതിൽ നിൽക്കുന്ന സമയത്ത് കുറേശ്ശായിട്ട് അത് ഓവർകം ചെയ്യാൻ സാധിക്കും. അതിനെ ഓവർകം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ഇത്രയും പറ്റും. അപ്പോൾ നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ട് എടുക്കാം, എന്നിട്ട് പിന്നെയും കുറച്ച് പറ്റും. അത് മതി, നമ്മൾ കുറേശ്ശായിട്ട് പഠിക്കുക. ഇപ്പോൾ നമുക്ക് പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരാൾ പുറത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടച്ച് ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽ ഡാമേജ് ആവും. അത് ചിലപ്പോൾ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പല ട്രെയിനിങ്സ് ഇതിൽ ഇത് പോരാ. പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് പറ്റാവുന്ന രീതിയിൽ. അപ്പോൾ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്, അത്രയേ വേണ്ടു യോഗയിൽ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത്. നമ്മൾ നല്ലൊരു ബോഡി ഇതാക്കാനല്ല. പിന്നെ യോഗ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ അസുഖം വരാതിരിക്കാനാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അസുഖം വന്നു, ഓക്കെ, ഒരു ബാക്ക് പെയിൻ വന്നു, ഒരു ഡോക്ടർ പറഞ്ഞു യോഗ ചെയ്യൂ അപ്പോൾ നമുക്ക് ആ പെയിനും വെച്ചിട്ട് നമുക്ക് യോഗ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഓരോ ആസനാസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും അതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എൻ്റെ ചാനൽ കാണാത്ത ആൾക്കാരൊന്നും പോയി കാണും. അപ്പോൾ അതിൽ ഒരുപാട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ലെവലുള്ളതും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കുറേ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ നരേന്ദ്ര രാമകൃഷ്ണൻ എന്നാണ് അതിൽ പേര് വരുന്നത്. പിന്നെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതും കൂടി ഉണ്ട്, അതിലും ഉണ്ട്. പിന്നെ
എൻ്റെ ഒരു ഫ്രണ്ട് ബാലചന്ദ്രൻ ചെയ്യുന്ന മിഥുനം മധുരം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ആ ഒരു അതിലും നമ്മളിത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പറ്റാവുന്നവരൊക്കെ പോയി കാണുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി വേ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എണീക്കാനും നടക്കാനൊന്നും പറ്റാത്ത കുറേ കാലം നമ്മളിങ്ങനെ ബെഡിൽ കിടന്നു എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതമാവില്ല. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ, മനസ്സെപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഇത് എപ്പോഴും ഉണ്ടാക്കുക. അത് മെഡിറ്റേഷനിലൂടെ സാധിക്കാം. കുറച്ച് നേരം കണ്ണടച്ച് ഒന്നും മെഡിറ്റേഷൻ നമ്മൾ വേറെ ഒന്നുമില്ല, കണ്ണടച്ചിരിക്കാൻ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ഒരു അവെയർനെസ് ഉണ്ടാവുക. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വാസം വലിക്കുക, അതാണ് മെഡിറ്റേഷൻ. ഇപ്പോൾ നമ്മൾ ഏതൊരു ജോലിയും നമ്മൾ ഫുള്ളി അവെയർനെസ്, നമ്മുടെ മനസ്സും ശരീരവും ഒരേ സ്ഥലത്തിൽ ചെയ്യുന്നതാണ്, അത് ഒരു മെഡിറ്റേഷനാണ്. അപ്പോൾ അത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രത്യേക സ്ഥലം നമ്മൾ കണ്ടെടുത്ത് പിടിക്കേണ്ട. അപ്പോൾ നമുക്ക് എവിടെ വേണേൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പാർക്കിൽ ഇരുന്നിട്ടോ, ഇതൊരു പാർക്കാണ്, ഇവിടുത്തെ സിംഗപ്പൂരിൽ നല്ലൊരു പാർക്കാണത്, അവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ 3 സ്റ്റേജാണ്. ഒന്ന് പ്രസൻറ്റ് സ്റ്റേജ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അല്ലേ. പ്രസൻറ്റ് സ്റ്റേജ് ഇപ്പോൾ ഞാൻ ഇത് ഒരു പ്രസൻറ്റ്, അത് അതിൻ്റെ പിന്നെ പാസ്റ്റ് കഴിഞ്ഞു, അത് നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റില്ല, പിന്നിലേക്ക് കൊണ്ടുവരാൻ സാധ്യത, അത് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കറിയില്ല, നമ്മുടെ കയ്യിലല്ല അത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി മാത്രമേ ഉള്ളൂ പ്രസൻറ്റിൽ. നമ്മുടെ മനസ്സ് ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തിലേക്കായിരിക്കും. ഈ വരാൻ പോകുന്ന കാര്യത്തിലേക്ക് മനസ്സ് പോകുന്നതിനെയാണ് ആങ്സൈറ്റി പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നമ്മൾ ക്ലച്ച് ചെയ്ത് കിടന്ന് അപ്പോൾ നമ്മൾ അയ്യോ എനിക്കത് പറ്റിയെന്നുണ്ട് നമ്മൾ വർക്കിങ് ചെയ്യുന്നില്ല. അപ്പോൾ ആ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മുടെ ജീവിതം കഴിയും. അപ്പോൾ നമ്മൾ അതും ഫോർഗെറ്റ് അബൌട്ട് ദ പാസ്റ്റ്. ഓക്കെ, നമ്മൾ പ്രസൻറ്റിൽ കൊണ്ടുവന്ന് നിർത്താൻ ശ്രമിക്കുക. ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ മനസ്സിനെ നിർത്തുന്നതാണ് മെഡിറ്റേഷൻ. അപ്പോൾ നമ്മൾ ഇരിക്കുന്നു, അതിലേക്ക് ആ പോസ്റ്ററിലേക്ക് കൊണ്ടുവരിക, കണ്ണടച്ചിരിക്കുക, ഐബ്രോ സെൻറ്റർ. ഇപ്പോൾ നമുക്ക് പറഞ്ഞത് നമുക്ക് ചക്രങ്ങളുണ്ട്. ആ ചക്രങ്ങളാണ് നമ്മൾ ശരിക്കും പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പൂരക, അനാഹത പറയുന്നു, വിശുദ്ധി, ടോട്ടല്, ആജ്ഞാചക്ര, ദെൻ സഹസ്രാര. അപ്പോൾ മൂലാധാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈൽ ബോണിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ ടൈൽ ബോണിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കോസിക് റീജിയൻ എന്ന് പറയും. അപ്പോൾ പിന്നെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത് സെക്രം, ആ രീതിയിൽ വരുന്നതാണ് ഇപ്പോൾ സ്വാധിഷ്ഠാന ചക്ര വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വന്ന് മണിപ്പൂരക വന്നു. മണിപ്പൂരക വരുമ്പോൾ നമ്മുടെ ലംബാർ റീജിയൻ ആ ഭാഗത്ത് വരും. ഡോർസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊന്നെ മുകളിലേക്ക് വരുമ്പോൾ അനാഹത ചക്ര വരുന്നുണ്ട്. പിന്നെ ത്രോട്ട് ചക്ര, നമ്മുടെ വിശുദ്ധി, അത് സെർബിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഈ ചക്രങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആജ്ഞാചക്ര, പിന്നെ സഹസ്രാരം. അപ്പോൾ ഇത്ര ചക്രങ്ങളാണ്. അപ്പോൾ ഓരോന്നിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പം മൂലാധാര ചക്ര കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും ചുവട്ടിലുള്ള ഇതാണ്. അപ്പോൾ ആ മൂലാധാര ചക്ര. പിന്നെ സ്വാധിഷ്ഠാന, ഈ സ്വാധിഷ്ഠാന ചക്ര ഇതാണ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ബ്ലാഡറൊക്കെ വരുന്ന ഇതുണ്ടല്ലോ, അബ്ഡമൻ ഏരിയ, അതായിട്ട് കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അത് ആക്റ്റീവ് വരുമ്പോൾ ആ ഭാഗമൊക്കെ ക്ലീൻ ആവും. അതിനുശേഷം വന്ന് മണിപ്പൂർ ഇതിലേക്ക് വന്നു, മണിപ്പൂർ ചക്രത്തിൽ വന്നു. ആ ചക്രമാണ് ലിവർ, സ്പ്ലീൻ, കിഡ്നി ആൻഡ് പാൻക്രിയാസ്, അത്രയും ഭാഗങ്ങൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആണ് ഈ ഓർഗൻസൊക്കെ കറക്റ്റാവും. പിന്നെ നമ്മൾ ശ്വാസകോശത്തിൻ്റെ ഇവിടേക്ക് വന്നു, അനാഹത ചക്രയ്ക്ക് വന്നു. അനാഹത ചക്രയിൽ വരുന്ന സമയത്ത് ശ്വാസകോശം, ഇതിൻ്റെ ഹാർട്ട്, ലിവറിൻ്റെ ആ ഫങ്ഷനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നടക്കും. പിന്നെ അതുപോലെ തന്നെ വിശുദ്ധി ചക്രത്തിലേക്ക് വന്നു. വിശുദ്ധി ചക്രം വരുമ്പോൾ തൈറോയ്ഡ് ആൻഡ് പാരതൈറോയ്ഡ് ഗ്ലാൻഡ്സ്, അതാണ് നമ്മൾ വളർച്ചേനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ തൈറോയ്ഡ് ആൻഡ് പാരതൈറോയ്ഡ്, പിന്നെ നമ്മൾ വോക്കൽ കോഡ്, അതിൻ്റെയും പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ടാണ്. പിന്നെ ഒന്ന് ആജ്ഞാചക്രത്തിലേക്ക് വന്നു. ആജ്ഞാചക്രം എന്ന് പറഞ്ഞാൽ ഐബ്രോ സെൻറ്ററിൽ വരുന്നതാണ്. മിഡിൽ ഒബ്ലാങ്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും ഇതായിട്ട് കണക്ഷനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ക്ലിയർ ആയിട്ട് കിടക്കുന്നത്. സഹസ്രാര ചക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഫുള്ള് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ മൂലാധാര, അപ്പോൾ ഓരോ ചക്രത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓരോന്നിനും ഓരോ മന്ത്രങ്ങളുണ്ട്. അത് മൂലാധാര ചക്രത്തിൽ ലാം എന്നുള്ളൊരു ലം 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 എന്നുള്ളൊരു മന്ത്രത്തിലാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ചക്രത്തിൽ വന്നു നമ്മൾ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വന്നു. അത് വം 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 എന്നുള്ളൊരു മന്ത്രമാണ് അതിൽ വരുന്നത്. പിന്നെ റം 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 എന്നൊരു ഇതിലാണ് മണിപ്പൂര ചക്രം കിടക്കുന്നത്. ഓക്കെ, പിന്നെ വരുമ്പോൾ യം 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 എന്ന് പറഞ്ഞിട്ട് അതാണ് വരുന്നത്. പിന്നെ വിശുദ്ധിയിലേക്ക് വന്നു. വിശുദ്ധി ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് യം, അത് കഴിഞ്ഞു. പിന്നെ ഹം
എന്നുള്ളൊരു ശബ്ദമാണ് വരുന്നത്. ഹ. അതിൽ ഹിന്ദിയിലൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഹാ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഹം 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 എന്ന്. പിന്നെ ഓം ആണ് വരുന്നത് ഐബ്രോ സെൻറ്ററിൽ വരുന്ന ചക്രത്തിൻ്റെ ഓം എന്നുള്ളതാണ്. പിന്നെ സഹസ്രാര ചക്രത്തിൽ ശരിക്കും ഗായത്രി മന്ത്രം തന്നെയാണ്. ഓം ഭൂർഭുവസ്സുവ ഓം സവിതുർവരേണ്യം എന്നുള്ള ആ മന്ത്രം ആണ് ഐബ്രോ സെൻറ്ററിലേക്ക് വരുമ്പോൾ ആജ്ഞാചക്രത്തിൽ സഹസ്രാരത്തിലേക്ക് വരുമ്പോൾ വരുന്നത്. അല്ല അതുപോലെ തന്നെ ഓരോ ഇതിനും ഓരോ കളറുകൾ പറഞ്ഞിട്ടുണ്ട്. മൂലാധാര ചക്രത്തിനെയും സ്വാധീന ചക്രത്തിനെയൊക്കെ റെഡ് കളറാണ് മൂലാധാര ചക്രത്തിന് വരുന്നത്. പിന്നെ ഒരു ഓറഞ്ച് കളറായിട്ട് വരും. ആ ഓറഞ്ച് കളറിനുള്ള വാന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഹിന്ദിയിലൊക്കെയാണ് അതിൻ്റെ ഇതിൽ വരുമ്പോൾ വരിക എഴുതിയിട്ടുണ്ടാവും. പിന്നെ രാ എന്നുള്ള അക്ഷരം ഉണ്ടാവും. അതിൽ യെല്ലോ കളറാണ്. ഇപ്പോൾ നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ഒരു കളറുണ്ടല്ലോ, അത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അഗ്നിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഭൂമി, സെക്കൻഡ് ജലം, അഗ്നി, വായു, ആൻഡ് ത്രോട്ട് ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം. അങ്ങനെയാണ് അതിൻ്റെ ചക്രത്തിൻ്റെ ഓരോ ചക്രം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പഞ്ചഭൂത ശരീരം ആണ് നമ്മുടെ ശരീരം. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലമുണ്ട് നമ്മുടെ ശരീരത്തിൽ, വായു ഉണ്ട്, അഗ്നി ചൂടുണ്ട്, അതുപോലെ തന്നെ സ്പർശം, ത്വക്ക്, ഇതിൻ്റെയൊക്കെ ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ വായു സഞ്ചാരം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിനകത്ത് ഈ പ്രകൃതി അടങ്ങിയിട്ടുണ്ട്. പ്രകൃതിയിൽ പുറത്ത് കാണുന്ന സാധനങ്ങൾ മുഴുവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ നമ്മൾ പുഴകളായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് അത് പുഴകളായിട്ട് കണക്കാക്കാം. ഇപ്പോൾ റോക്കായിട്ട് കണക്കാക്കാം, നമ്മുടെ ബോൺസ് റോക്കായിട്ട് കണക്കാക്കാം. നമ്മുടെ ശരീരത്തിലുള്ള രോമകൂപങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ കാട് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആ ഒരു ഇതിലൂടെയൊക്കെ ഉപമിക്കാം. അപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നമ്മളുടെ ശരീരം. ആ പഞ്ചഭൂത ശരീരത്തെ പഞ്ചഭൂതാനി ചൗഷധ എന്നാണ് പറയുന്നത്. പഞ്ചഭൂത ശരീരം പഞ്ചഭൂത തന്നെയാണ് ഔഷധമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളുടെ ഡോക്ടറാവുകയാണ്. സെൽഫ് അവെയർനെസ്. എല്ലാ ഭക്ഷണവും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഭക്ഷണത്തിൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭക്ഷണത്തിലും ടേസ്റ്റ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് നമ്മൾ ത്രോട്ടിലേക്ക് ഇട്ടിട്ട് നമ്മളത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഈ ടിപ്പ് ഓഫ് ദ ടങ്ങും പിന്നെ ടങ്ങിൽ കുറച്ച് ഗന്ധികൾ മാത്രമാണ് ഈ ടേസ്റ്റിന് ഇതാക്കണം. അപ്പോൾ നമ്മൾ ടേസ്റ്റിൻ്റെ പിന്നാലെ പോകാതിരിക്കുക. അപ്പോൾ ഈ മസാലയും ഇതൊക്കെ ചേർത്തിട്ട് കൂടുതൽ സാധനങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക ഭക്ഷണത്തിൽ. അപ്പോൾ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു വിരക്തി തോന്നും ഭക്ഷണത്തോട്. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് യോഗ നമുക്ക് തുടങ്ങിയെന്ന് അറിയണമെങ്കിൽ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനോടും ഒരു ആസക്തി കുറയും. എല്ലാ കാര്യത്തിലും ഒരു ആസക്തി കുറയുമ്പോൾ എല്ലാതിനൊരു കൺട്രോൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് എക്സസൈസ് കാണിച്ചു തരുന്നത് നമ്മളുടെ സ്പൈനൽ മൂവ്മെൻറ്റ്. 4 മൂവ്മെൻറ്റാണ് സ്പൈനലിലുള്ളത്. ഒന്ന് സൈഡ് സ്ട്രെച്ചിങ്, സ്പൈനൽ ട്വിസ്റ്റിങ്, ബാക്ക് സ്ട്രെച്ചിങ്, ഫോർവേഡ് സ്ട്രെച്ചിങ്. ഇതാണ് 4 മൂവ്മെൻറ്റ് വരുന്നത്. ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് നമ്മൾ എത്രമാത്രം നമ്മുടെ ഇലാസ്റ്റിസിറ്റി നമ്മുടെ സ്പൈനലിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു അത്രയും നമ്മുടെ ബോഡി എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടെങ്കിൽ എല്ലാ നെർവസ് സിസ്റ്റം നമ്മുടെ സ്പൈനലായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾക്ക് കാലിലൊരു നംനെസ്, ഒരു തളർച്ച എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കിടക്കുന്നത് ലോവർ സ്പൈനലിലാണ് കിടക്കുന്നത്. ലോവർ ബാക്കിലുള്ള ആ വേദന വരുന്നത് ലോവർ സ്പൈനലിലാണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് കൈ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സർവൈക്കൽ ഈ ഭാഗത്തുള്ള വേദന. ഇപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോണ്ടിലൈസിസിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ഇത് ബൾജ് ചെയ്ത് വരും. ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്, ഇപ്പോൾ ഓഫീസിൽ നമ്മൾ ഇരിക്കുകയാണ്, ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ വന്നിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് തലവേദന വരും. കാരണം എന്താണെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സപ്ലൈ ക്ലിയർ ആവില്ല ബ്രെയിനിലേക്കുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിലാണ് ഇപ്പോൾ ബ്ലഡ് വന്നുകൊണ്ട് റഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഇതിലെ വേദന വരും. അതിങ്ങനെ തലവേദനയായിട്ട് രൂപപ്പെടും. നമ്മൾ കുറച്ച് കീബോർഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര നേരം വേണം വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. നമ്മുടെ ബോഡി അവയർനെസ് ആയിരിക്കും നമ്മുടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും എവിടെ ഇരിക്കുകയാണ്, ഇപ്പോൾ ടി വി കാണാനായാലും വണ്ടി ഓടിക്കാനാണെങ്കിലും നമ്മൾ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആ ഒരു അവയർനെസ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് അത്രയ്ക്ക് ചെയ്താൽ തന്നെ കുറേയൊക്കെ നമ്മൾ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. കുറച്ച് നേരം മെഡിറ്റേഷൻ, ഒരു 10 മിനിറ്റെങ്കിലും എവറി ഡേ
മെഡിറ്റേഷൻ. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ബെഡിൽ ഇരുന്നിട്ട് ചെയ്താലും മതി. അതുപോലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകൾ നമ്മൾ വരുന്ന എപ്പിസോഡിൽ ഓരോന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം ചാനൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സസൈസ് കാണിച്ചു തരാം. ഓക്കെ.